ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഗോവയിലെത്തി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത്. ഒരു 5 മണി അടുപ്പിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു. അങ്ങനെ 5 മണി അടുപ്പിച്ചിട്ട് ഞങ്ങൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇതുവരെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ നിന്ന് തന്നെ ഞങ്ങൾ പെട്ടെന്ന് റൂമൊക്കെ ബുക്ക് ചെയ്തു. എന്നിട്ട് ടാക്സി കൗണ്ടറിലോട്ട് നേരെ പോയി കേട്ടോ. അങ്ങനെ ടാക്സി കൗണ്ടറിലോട്ട് പോയപ്പം റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു അവർ പറഞ്ഞത്. കാരണം 4 കിലോമീറ്റർ നമ്മുടെ ഈ ഹോട്ടലുള്ളായിരുന്നു. എന്നിട്ടും കുറച്ച് കൂടുതൽ റേറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ ടാക്സി കൗണ്ടറിൽ നിന്ന് മാറി പിന്നെ ഒരു ഓട്ടോയിലാണ് കേട്ടോ ഞങ്ങൾ റൂമിലോട്ട് വന്നത്. നമുക്ക് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ എല്ലാം ഭയങ്കര കത്തി റേറ്റാണ് കേട്ടോ പറയുന്നത്. ഓരോരുത്തരും ഓരോ റേറ്റാണ് പറയുന്നത്. ചിലവർ 500 രൂപ പറയുന്നുണ്ടെങ്കിൽ ചിലവർ 450 പറയുന്നുണ്ട്. അങ്ങനെ ഓരോരോ റേറ്റാണ്. ലാസ്റ്റ് ഞങ്ങൾ 300 രൂപയ്ക്കാണ് കേട്ടോ ഹോട്ടലിലോട്ട് എത്തിയത്. ട്രീബോ എന്ന് പറയുന്നൊരു ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. പക്ഷേ അടിപൊളി ഹോട്ടലാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളതാണ്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സൗത്ത് ഗോവയിലുള്ളൊരു ഹോട്ടലാണ്. പിന്നെ നമുക്ക് റൂമിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ ഇത്തിരി നമുക്ക് നല്ല റേറ്റ് കുറച്ചാണ് ഈ റൂം കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്കത് നഷ്ടമാണെന്ന് പറയാനില്ല. ഞങ്ങൾക്ക് 3 ദിവസത്തേക്കും കൂടെ കൂട്ടി 5000 രൂപയേ ആയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ കുറേ ഹോട്ടൽ നോക്കിയപ്പോൾ അതൊക്കെ ഭയങ്കര കത്തി റേറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വലിയ റേറ്റായിട്ട് തോന്നിയില്ല. അതുപോലെ എല്ലാം നല്ല അടിപൊളി സൗകര്യത്തോടു കൂടി അടിപൊളി റൂമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഹോട്ടലുകാർ തന്നെ നമുക്ക് റെൻറ്റിനൊരു സ്കൂട്ടർ എടുത്ത് തന്നു കേട്ടോ. അതും നല്ലൊരു ഫെസിലിറ്റിയായിരുന്നു കേട്ടോ. അടിപൊളി സ്കൂട്ടറായിരുന്നു. അത് ഒരു വലിയ പഴക്കമൊന്നും ഉള്ളതല്ല. കുറച്ച് നല്ല ഇതായിരുന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് വണ്ടി കിട്ടുമായിരുന്നേ. പക്ഷേ എല്ലാം പഴയതുപോലെ ഇരുന്നതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എടുക്കാതെ നേരെ ഹോട്ടലിൽ വന്നത്. അപ്പോൾ ഹോട്ടലുകാർ തന്നെ നമുക്ക് നേരെ അറേഞ്ച് ചെയ്ത് തന്നു. രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇറങ്ങിയത്. ആദ്യം തന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു ബീച്ചാണ്. ബീച്ചിൻ്റെ പേര് ബെനൂലിയം ബീച്ച് എന്നാണ്. ഇത് നല്ല ശാന്തമായിട്ടുള്ളൊരു ബീച്ചാണ്. അതുമാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മൊത്തവും നല്ല വൈറ്റ് സാൻഡായിരുന്നു. അതായത് നല്ല വെള്ള മണലായിരുന്നേ. അപ്പം ഞങ്ങൾ നിന്ന സമയത്ത് തന്നെ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നേരം വെയിലത്ത് ഞങ്ങൾ നിന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ 2-3 തൊപ്പിയൊക്കെ മേടിച്ചിട്ട് നേരെ തിരിച്ചായിരുന്നു.